കാലഘട്ടത്തിൽ കർത്താവ് നമുക്കൊരു മാറ്റം തന്നപ്പോൾ അവിടെ പ്രസാദ വർഷം എന്ന് പറഞ്ഞാൽ സന്തോഷത്തെ കുറിച്ചാണ്. ഇതായി സന്തോഷം. അപ്പൊ നമ്മൾ രക്ഷയെ കുറിച്ച് പഠിക്കുമ്പോൾ ഇവിടെ ഞങ്ങൾ മുമ്പ് അക്കാര്യം ചിന്തിച്ചിരുന്നു. അത് ദേവദാസന്മാരും ഓർത്തിരുന്നേ. ഈ റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമുക്ക് അപ്രാപ്യമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ നാം രക്ഷിക്കപ്പെട്ടപ്പോൾ ആ 36 കാര്യം പഠിക്കുന്നിടത്ത് ഈ അപ്രാപ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആ രക്ഷയുടെ കർത്താവ് തിരിച്ചു തന്നുള്ളതാണ്. അങ്ങനെയാണ് നാം ഇപ്പോൾ കാൺമീൻ, നാം ദൈവമക്കൾ. ആ കാൺമീൻ എന്ന ദൈവമക്കളുടെ ആ പദവികൾക്കകത്ത് ഈ റോമ 9:4 പറഞ്ഞ എല്ലാ കാര്യം അടങ്ങിയിട്ടുണ്ട്. നാം ഇന്ന് ആരെന്നറിയാമോ? അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്തിന്റെ ആത്മാവിനെയാണ് നമുക്ക് തന്നത്. നമുക്ക് ഇത് വാഗ്ദത്തങ്ങളുണ്ട്. എന്താ വാഗ്ദത്തം? സകലകാലത്തിന് മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവനായി നമുക്ക് തന്നു. ഇനി നമുക്ക് പുത്രത്വമുണ്ട്, നിയമങ്ങളുണ്ട്, തേജസ്സുണ്ട്. ഇതെല്ലാം നമുക്ക് ലഭിച്ചില്ലേ? അതെല്ലാം അടിവരയിട്ട് ഒന്നായി പഠിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ലഭിക്കാതിരുന്ന ഈ പദവികൾ നമുക്ക് ലഭിച്ചപ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷത്തെയാണ് പ്രസാദവർഷം എന്ന് പറയുന്നത്. അപ്പം ജാതികൾക്ക് വലിയൊരു വിടുതൽ നൽകുന്ന കാലഘട്ടമാണ് ഈ 69 ആഴ്ചവട്ടത്തിനും 70 ആഴ്ചവട്ടത്തിനും ഇടയ്ക്കുള്ള ഈ കാലഘട്ടം. ഇപ്പം ഞാൻ വിളിക്കുന്നത്, എനിക്ക് നമ്മുടെ ബിജി പാസ്റ്റർ, ഞാൻ എവസം പാസ്റ്റൊക്കെ ഇന്ന് ദൈവമക്കൾ അല്ല, നിങ്ങളൊക്കെ ദൈവമക്കൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ പ്രസാദ വർഷം എന്നൊരു കാലഘട്ടം ഉള്ളത് കൊണ്ടാണ്. അതിനെയാണ് നമ്മൾ മറ്റൊരു പദത്തിൽ പറഞ്ഞ കൃപായുഗം. ഇതിനെയാണ് ദൈവം ജാതികളിൽ നിന്നും ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ കടാക്ഷിച്ച നാളെന്ന് പറയുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ വായിക്കുന്നത്? ഈ കൃപായുഗമെന്നും പ്രസാദവർഷമെന്നും കർത്താവ് തനിക്ക് വേണ്ടി ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ കടാക്ഷിച്ച പ്രസാദിച്ച നാളെന്നൊക്കെയാണ് ഈ കാലഘട്ടത്തെ പറയുന്നത്. ആ വാക്കുകളൊന്ന് വായിക്കണം. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. സഹോദരന്മാരെ, എന്റെ വാക്ക് കേട്ടുകൊള്ളു. ദൈവം തന്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത്. ദൈവം തന്റെ നാമത്തിനായി ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ കടാക്ഷിച്ച ഈ വിഷയം എന്താ അറിയാമോ? ആദ്യമായിട്ട് യഹൂദനല്ലാത്തൊരാൾ രക്ഷിക്കപ്പെട്ടു. യഹൂദനല്ലാത്തൊരാൾ അന്നത്തെ കാലത്ത് ഇന്നും യഹൂദനല്ലാത്ത ഒരാൾ രക്ഷിക്കപ്പെട്ടു വരിക എന്ന് പറഞ്ഞത് ഇന്ന് ഉൾക്കൊള്ളാനായിട്ട് വലിയ പാടാ. അപ്പോ അപ്പം യഹൂദനല്ലാത്ത ഒരാൾ രക്ഷിക്കപ്പെട്ടു ആദ്യമായിട്ട് അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ. അതാരാണ്? കൊർന്നല്യോസ്, ഇത്താലിക്ക പട്ടാളക്കാരൻ, ശതാധിപൻ. ഇത് വലിയ വിവാദ വിഷയമായി. ഇതുവരെ യഹൂദന്മാരായിരുന്നല്ലോ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. യഹൂദന്മാർക്ക് വേണ്ടിയാണ് കർത്താവ് വന്നത് അവർ ചിന്തിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ജാതികളിൽ നിന്നുള്ള ഒരു ഇത്താലിക്ക ഒരു പട്ടാളക്കാരൻ പറയുമ്പം ഒരു ആഫ്രിക്കനാണ്. അവന് ഐത്യോപ്യക്കാരനായി ഈ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഇവർക്കെല്ലാം വലിയ പ്രശ്നമായി. രക്ഷിക്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നത്തെ പോലെ തന്നെ അന്നും ഇത് വലിയ ചർച്ചാ വിഷയമായപ്പോൾ യെരുശലേം കൗൺസിലിൽ കൊണ്ടുപോകും. അപ്പൊ അവരെല്ലാം ഇങ്ങനെ സംസാരിക്കുമ്പോൾ പത്രോസ് പറഞ്ഞു, സഹോദരന്മാരെ, നമുക്ക് ലഭിച്ചതുപോലെ പരിശുദ്ധാത്മാവിന്റെ ദൈവം അവർക്കും എന്ത് ചെയ്തു? അതുകൊണ്ട് അവരും നമ്മളും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല എന്ന് നാം ഇപ്പോൾ അറിയുന്നു. ഇത് വെളിപ്പെടുത്തി. എന്നാലും സമ്മതിക്കുകയല്ല. അങ്ങനെ തർക്കം പാടാക്കേണ്ടപ്പോഴത്തേക്ക് യാക്കോബ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, സഹോദരന്മാരെ, അങ്ങനൊന്നും അല്ല സംഭവങ്ങൾ. ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയുന്നൊരു വചനമൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടം എന്താണെന്ന് അറിയാമോ? ദൈവം തനിക്ക് ജാതിയിൽ നിന്ന് ഒരു ജനത്തെ എടുത്തോളം കടാക്ഷിച്ച കാലഘട്ടമാണിത് എന്ന് പറഞ്ഞ് അവരെ ഉപദേശിച്ചു, പ്രബോധിപ്പിച്ചു. അപ്പൊ നാം ഈ കാലഘട്ടത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇതിനെ കൃപായുഗം എന്ന് വിളിക്കുന്നു, ഇതിനെ പ്രസാദവർഷം എന്ന് വിളിക്കുന്നു. ജാതികളിൽ നിന്ന് ഒരു ജനത്തെ കടാക്ഷിച്ചു കൊള്ളുവാൻ ദൈവം വേർതിരിച്ച നാളെന്ന് വിളിക്കുന്നു. അപ്പം ഈ നാളില്ലായിരുന്നെങ്കിൽ
ഇവിടെ ഇരിക്കുന്ന നാം ഒക്കെ എവിടെ ആയിരിക്കും? ഇന്ന് നാം ദൈവമക്കളായിട്ടിരിക്കുമ്പോൾ ഈ ഒരു ദിവസം ഇല്ലായിരുന്നെങ്കിൽ, ഈ ഒരു കാലഘട്ടം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ദൈവസ്ഥാനത്തിൽ ഇരിക്കാൻ യാതൊരു അവകാശവും ഉണ്ടാവില്ല. നമുക്ക് ദൈവത്തോട് അടുത്ത് തരാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് ഈ കാലഘട്ടം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതിക്കകത്തുള്ളൊരു കാലഘട്ടമാണ് ഈ ബ്രാക്കറ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഈ ബ്രാക്കറ്റ് പീരീഡ് നമുക്ക് വേണ്ടിയുള്ള ഒരു കാലഘട്ടമാണ്. അത് നാം മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിലാണ് ദൈവം തനിക്കായിട്ടൊരു ജനത്തെ വേർതിരിക്കുന്നത്. പറഞ്ഞിട്ട് നിങ്ങൾക്ക് സന്തോഷം തോന്നിയില്ല? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ദൈവത്തിനായിട്ട് വേർതിരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ സന്തോഷിക്കാൻ കഴിയാതെ പോകുന്നത്? ഈ ദൈവത്തിനെ പഠിക്കുമ്പോഴല്ലോ നമുക്ക് ഭയങ്കര ബലം കിട്ടും. നിങ്ങളെ ദൈവത്തിനായിട്ട് വേർതിരിച്ചു ദൈവം ഈ കാലഘട്ടം. അതിനുവേണ്ടിയായിരുന്നു, അതിനുവേണ്ടി മാത്രമായിരുന്നു. അല്ലെങ്കിൽ 69-70 കയറിയാൽ മതിയായിരുന്നു. അത് ചെയ്യാതെ അതുവരെ ജാതികൾക്കൊരു രക്ഷയില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ജാതികൾക്കൊരു യാതൊരു രക്ഷയും കൈവരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ 69 കഴിഞ്ഞ് നേരെ 70 പോയി 1000 ആണ്ട് ദൈവരാജ്യത്തേക്ക് പ്രവേശിക്കേണ്ട കാലഘട്ടമായിരുന്നു. പക്ഷേ അതിന് മാറ്റം വരുത്തിയിട്ട് അതിനൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ഈ ഗ്യാപ്പിൽ, ഈ ബ്രാക്കറ്റ് പീരീഡിൽ എന്നെയും നിങ്ങളെയും ദൈവം കടാക്ഷിച്ചു. എന്നെയും നിങ്ങളെയും കർത്താവ് ചേർത്ത് കൊണ്ടു. എന്നെ നിങ്ങളെ ചേർത്തപ്പോൾ കർത്താവ് എന്താ പറയാമോ? അത് പ്രസാദ വർഷം. ഈ ഇരട്ട ഭാഗത്തെ പ്രസാദ വർഷം, സന്തോഷത്തിന്. ഇവിടെ ഇരിക്കുന്ന നമ്മളെ കണ്ട എന്നാ സന്തോഷിക്കാനുണ്ട്? എന്നാ സന്തോഷിക്കാനുണ്ട്? നമ്മളെ കണ്ടാൽ തന്നെ കരഞ്ഞു പോകും. പക്ഷെ ദൈവത്തിൻ്റെ സന്തോഷമാണ്. വേദനത്ത് കിടക്കുന്ന എബിസനും, കോർത്തോട്ടുണ്ടായിരുന്ന ഞാനും, മലപ്പുറത്തുണ്ടായിരുന്ന നിങ്ങളും ഒക്കെ, പത്തനംതിട്ട അടൂരം കൊണ്ടുണ്ടായിരുന്ന പ്രിയ സഹോദരി, എല്ലാവരും കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായപ്പോൾ കർത്താവ് പറയുകയാണ്, എനിക്കൊരു പ്രസാദത്തിൻ്റെ കാലഘട്ടമാണ്, സന്തോഷത്തിൻ്റെ നാളുകളാണ്. ആ ഒരു കാലഘട്ടമാണ്, പ്രസാദ വർഷമാണ്, കടാക്ഷിച്ച നാളാണ് ഈ കാലഘട്ടം, കൃപായുഗം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തെയാണ് സഭായുഗമെന്നും വിളിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട കാലഘട്ടം, സഭയുടെ കാലഘട്ടം എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. ഈ കാലഘട്ടത്തിലാണ് സഭായുഗമെന്ന്. നിങ്ങൾ ആരാണ്? സഭായുഗത്തിലെ ആൾക്കാരാണ്. നിങ്ങൾ ആരാണ്? സഭയിലെ ആൾക്കാരാണ്. സഭയെന്ന് പറഞ്ഞാൽ എന്താണ്? സഭയെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കെട്ടിടമാണോ? ഇത് സഭയാണോ? ബിൽഡിങ്ങിനല്ല സഭയെന്ന് പറഞ്ഞത്, ആണോ? അല്ല. എന്താണ്? കർത്താവിനായി വേർതിരിക്കപ്പെട്ടവരെല്ലാം ഒരുമിച്ച് കൂടുന്നതാണ് സഭയെന്ന് പറഞ്ഞത്. ഇനി ഈ വിശ്വാസ സഭ മാത്രമാണോ സഭ? മുണ്ടക്കത്തെ എൻ്റെ സഭയാണോ സഭ? ബിജുമാർ ഭാഷ സഭയാണോ സഭ? അല്ല. ഇതെല്ലാം കൂടെ കൂടുന്നതാണ് യൂണിവേഴ്സൽ ചർച്ച്, കർത്താവിൻ്റെ മണവാട്ടി സഭയെന്ന്. ലോകത്തിലുള്ള സകല വിശുദ്ധന്മാരും ഈ പ്രസാദ വർഷത്തിൽ കർത്താവിൻ്റെ കടാക്ഷമേറ്റ് കൃപയാൽ രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ അംഗങ്ങളായി മാറിയിട്ടുള്ള, കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായി മാറിയിട്ടുള്ള എല്ലാവരോടും ഒത്തുചേരുന്നതാണ് എന്ത് പറഞ്ഞത്? സഭയെന്ന് പറഞ്ഞത്. ആ സഭയെ ചേർക്കാനാണ് ആര് വരുന്നത്? കർത്താവ് വരുന്നത്. അപ്പൊ ആ സഭയെ ചേർക്കാൻ വേണ്ടി കർത്താവ് വരുമ്പോൾ സഭയുടെ ദൗത്യം എവിടെയുണ്ട്? നമ്മളൊക്കെ സഭയുടെ അംഗങ്ങളാണ്. സഭയാണ് നാം. സഭ ആരുടേതാണ്? സഭ ആരുടേതാണ്? കർത്താവിന്റെ സഭ. ഞാൻ എൻ്റെ സഭയെയാണ് പണിയുന്നത്. അങ്ങനെ പഠിപ്പിച്ചേ മത്തായി 16 ഞാൻ എൻ്റെ സഭയെ പണിയുന്നു. അപ്പോൾ കർത്താവിൻ്റെതാണ് സഭ. ആ സഭയെ വളർത്തുന്നത്, പണിയുന്നത് ആരാണ്? കർത്താവ. നമ്മൾ ഇവിടെ കിടന്നുകൊണ്ട് എങ്ങനെ ഒരു സഭ പണിയാം, എങ്ങനെയൊന്ന് ഒപ്പിച്ചെടുക്കാമെന്ന് ഓർത്ത് നമ്മളിങ്ങനെ കിടന്ന് വലയുകയാണ്. പക്ഷേ യൂണിവേഴ്സൽ ചർച്ച്, കർത്താവിൻ്റെ മണവാട്ടി സഭ കർത്താവിൻ്റെതായോണ്ട് അത് കർത്താവ് ദിനംതോറും പണിതുകൊണ്ട് ഇരിക്കും. ആ സഭ കർത്താവ് പണിതുകൊണ്ടേയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ സഭയാണ്, ഞാൻ സഭയാണ്, സഭയുടെ ഭാഗമാണ്. നമ്മെ ആരാ പണിതുകൊണ്ടിരിക്കുന്നത്? കർത്താവ് പണിതുകൊണ്ടേയിരിക്കുകയാണ്. ആ സഭയെ
പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. ഇത് പ്രവചനപരമായിട്ട് പഠിക്കേണ്ട ഒരു വാക്യമാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. അപ്പൊ സഭ കർത്താവിൻ്റെതാണ്, വളർത്തുന്നത് കർത്താവാണ്. ആ സഭ ഒരിക്കലും പരാജയപ്പെടുത്തരുതിന്റെ അർത്ഥം. അതിനെ ജയിച്ചടക്കാൻ ഒരു പാതാള ഗോപുരത്തിനും കഴിയത്തില്ല. കഴിയോ? എന്നെ കേൾക്കുന്ന പറയുകയാണെങ്കിൽ നമുക്ക് വ്യക്തിപരമായിട്ട് ചിന്തിച്ചാട്ടെ. ഞാനാണ് സഭ, സഭയുടെ തൂണുകളാണ്, സഭയുടെ കല്ലുകളാണ്. അപ്പോൾ എന്നെ സഭയുടെ ഭാഗമാക്കിയെങ്കിൽ എന്നെ ജയിച്ചടക്കാൻ ഇനി ഒരു പാതാള ഗോപുരത്തിന് കഴിയില്ല. എത്ര സിമ്പിളായിട്ടാണ് അറിയാമോ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് പാതാള ഗോപുരത്തെക്കാൾ ഉന്നതത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നാം ജയാളികളാണ്, നാം ജയിച്ചവരാണ്, നാം വളർന്നുകൊണ്ടിരിക്കുന്നവരാണ്. കാരണം അതാണ്, വളർത്തുന്നത് കർത്താവാണ്, നാം ദിനത്തോറും പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഈ സഭയെ പാതാള ഗോപുരങ്ങൾ ഒരിക്കലും ജയിച്ചടക്കിയില്ല. ഈ സഭ പിന്നെ എങ്ങനെയായിരിക്കും പോകുക? 91 സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ സിംഹത്തിന്മേലും അണലുമേലും ചവിട്ടി ബാൽ സിംഹത്തെയും പെരുമ്പാവിനെയും മെതിച്ചു കളഞ്ഞായിരിക്കും ഈ സഭ മുന്നോട്ട്. അപ്പൊ ഈ ബ്രാക്കറ്റ് പീരീഡ് സഭായുഗമാണ്. ആ സഭ കർത്താവിൻ്റെതാണ്. ആ സഭ വളർന്നുകൊണ്ടിരിക്കും. ആ സഭ വളർത്തുന്ന കർത്താവാണ്. ആ സഭ ഒരിക്കലും പാതാള ഗോപുരങ്ങൾക്ക് അതിനെ അതിജീവിക്കാണ്ട് കഴിയത്തില്ല. ഇത്ര മതി നമുക്ക് സന്തോഷത്തോടെ കർത്താവിന് തന്നെ നിൽക്കാൻ. തീമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് വായിക്കണ്ട, ഞാൻ പറയാം. തീമോഥെയോസിനോട് പറയാണ്, തീമോഥെയോസേ, വേഗത്തിൽ ഞാൻ നിന്റെ അടുക്കൽ വരുവാൻ ആഗ്രഹിക്കുന്നു. 3-ാം അധ്യായത്തിലാണ്. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുവാൻ ആഗ്രഹിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയിൽ നടക്കേണ്ടത് എങ്ങനെയെന്നുള്ളത് ഞാൻ നിന്നെ എഴുതി അറിയിക്കുന്നു. അവിടെ പൗലോസ് പറഞ്ഞത് സഭ എന്താണ്? സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമാണ്. പിന്നെന്താണ് സഭ? ജീവനുള്ള ദൈവത്തിന്റെ സഭയാണ്. അവിടെ പറഞ്ഞതാണ് അല്ലേ? അപ്പൊ നാം എന്ന് പറഞ്ഞത്, സഭ എന്ന് പറഞ്ഞത് ജീവനുള്ള ദൈവത്തിൻ്റെതാണ്. അത് സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമാണ്. ആ സഭയിൽ നടക്കേണ്ടെന്ന കാര്യങ്ങളും ഉണ്ട്, അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കർത്താവിന്റെ പ്രസാദ വർഷം എന്ന് പറയുന്നത് സഭായുഗം. നമ്മളെ ജാതിയിൽ നിന്നെടുക്കാൻ കടാക്ഷിച്ചതാണ് കൃപായുഗം. ഈ കാലഘട്ടം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിധിക്കുള്ളിലുള്ള കാലഘട്ടമാണ്. നാം ദൈവത്തിന്റെ സംരക്ഷണയിലാണ്. നമ്മെ കർത്താവ് വേർതിരിച്ച് അതിൽ നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഞങ്ങൾ പറയാറുണ്ട് ഇത് ഭദ്രമാണെന്ന്. അതുകൊണ്ട് അത് പറഞ്ഞത് ഇതല്ലേ ഞാൻ പറഞ്ഞല്ലേ, കർത്താവ് ഇങ്ങോട്ട് പറഞ്ഞല്ലേ, നമ്മളോട് പറഞ്ഞല്ലേ. ഇത് ഈ കാര്യം കൊണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കരുത് കർത്താവ് ഇങ്ങോട്ട് പറഞ്ഞതാണ്. പിന്നെ നമ്മളെങ്ങനെ പരാജയപ്പെടുന്നത്? ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞത് കർത്താവാണ്, നമ്മെ പണിയുമെന്ന് പറഞ്ഞത് കർത്താവാണ്. അപ്പൊ സഭ വളർന്നുകൊണ്ടേയിരിക്കും. ഏതാ വാക്യം? എഫേസ്യർ 2:20. യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ അവൻ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനത്തിൽ പണിയുന്നു. ഇങ്ങനെ അവനിൽ കെട്ടിടം യുക്തമായി വളരുന്നു. നമ്മൾ വളർത്തുകയല്ലോ, വളരുകയല്ലേ. എല്ലാം കർത്താവാണ്. അപ്പൊ ഈ കൃപായുഗം അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രസാദ വർഷം എന്ന പേര് വന്നത്. നമുക്കൊക്കെ രക്ഷയുടെ അനുഭവം പ്രാപിക്കുവാൻ, നമുക്കൊക്കെ ദൈവമക്കളായി തീരുവാൻ കർത്താവ് അവസരമൊരുക്കി. ഇനി ഞാൻ ആ ഭാഗം ഒത്തിരി വിശദീകരിക്കാറുണ്ട്. ഈ കൃപായുഗത്തെക്കുറിച്ച്, സഭായുഗത്തെക്കുറിച്ച്. സഭ എന്താണ്, സഭ എന്തല്ല, സഭ എന്താണ്, സഭ എന്തല്ല. സഭയെന്ന് പറഞ്ഞത് ഒരു ബിൽഡിംഗ് ആണോ? അല്ല. സഭ പിന്നെ എന്താണ്? ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. ധാരാളം കാര്യങ്ങൾ അങ്ങനെ പഠിക്കാറുണ്ട്. പിന്നെ സഭയെക്കുറിച്ച് പഠിക്കാൻ പോയാൽ സഭ, സഭയുടെ ആരംഭം, സഭയുടെ ഉടമസ്ഥൻ, സഭയുടെ പണിക്കാരൻ, സഭയുടെ ഉപദേശങ്ങള്, സഭയുടെ ജോലി, സഭയുടെ സന്ദേശം, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ സഭയെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതെല്ലാം നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുമ്പോൾ സഭ എന്ന് പറയുന്നത് കർത്താവ് വേർതിരിക്കപ്പെട്ട കൂട്ടമാണ്.
ആ ജീവനുള്ള ദൈവത്തിൻ്റെതാണ്. ഉടമസ്ഥൻ കർത്താവാണ്, പണിക്കാരൻ കർത്താവാണ്, വളർത്തുന്നത് കർത്താവാണ്, സംരക്ഷിക്കുന്നത്. നമുക്ക് ഒരു മുതൽ മുടക്കമില്ലാതെ അതിനകത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നാം ജയാളികളാണെന്ന് പറഞ്ഞത്, നാം സന്തോഷവാന്മാരാണെന്ന് പറഞ്ഞത്, നാം ദൈവമക്കളാണെന്ന് പറഞ്ഞത്. ദൈവം അതാരാ? എബസിൻ്റെ മോളാണ്. ഒരു പ്രിവിലേജ് അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മക്കൾ എത്ര പേരുണ്ട് ചേട്ടാ? ചേട്ടൻ്റെ അച്ഛൻ്റെ പേരെന്നാ? ആ, അപ്പൊ നമ്മൾ നമ്മുടെ കുട്ടൻ ചേട്ടൻ്റെ മകനാണെന്ന് പറയുമ്പോൾ ഒരു പ്രിവിലേജാണ് അല്ലേ? ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് CS കുട്ടപ്പൻ. അപ്പൊ ഞാൻ ആളുടെ മകനാണെന്ന് പറഞ്ഞതാണ് ഒരു പദവി അല്ലേ? ആ പദവി മാറിപ്പോകും. നമ്മൾ മരിച്ചാലും നമ്മുടെ അടുത്ത ജനറേഷൻ വന്നാൽ പോലും അഡ്രസ് മാറുമോ? ഇല്ലെന്നേ. നാം ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ ആ പദവി മാറിപ്പോകുന്നില്ല. ഉണ്ടോ? പദവി മാറിപ്പോകുന്നില്ല. അതുകൊണ്ട് ആ പദവിയിൽ ഇരിക്കുന്നവരുടെ മുഴുവൻ സംരക്ഷണം ആരാണ്? ബിസൻ പാസ്റ്റർ യുവാഞ്ചലിന്റെ മുഴുവൻ പ്രൊട്ടക്ഷൻ ആരാണ്? നയിക്കുന്നതും നടത്തുന്നതും വളർത്തുന്നതും പോഷിപ്പിക്കുന്നതും ശിക്ഷിക്കുന്നതും എല്ലാം ആരാ? ബിസൻ പാസ്റ്റർ. ഞാൻ വന്ന് ശിക്ഷിച്ചാൽ അങ്ങനെ ഇരിക്കും. ഞാൻ വന്ന് യുവാഞ്ചലിനെ ഒരു വടിയെടുത്ത് അടിക്കാൻ വന്നാൽ എങ്ങനെ ഇരിക്കും? സമ്മതിക്കൂ? അദ്ദേഹം ജീവിതത്തിൽ സമ്മതിക്കൂ? ഇല്ല. അദ്ദേഹം എന്നെക്കാൾ ആരെയും കുറഞ്ഞവനാണെങ്കിൽ എന്ത് ചെയ്യും? പുള്ളിയുടെ ജീവൻ പോയാലും സമ്മതിക്കത്തില്ല. വേറൊരാൾ കയറി അടിക്കാനോ ആക്ഷേപിക്കാനോ സമ്മതിക്കോ? അങ്ങനാണെങ്കിൽ ഭയങ്കരനായ സർവശക്തനായ സർവവ്യാപിയായ ആ ദൈവത്തിൻ്റെ മക്കളായ നമ്മെ ആരെങ്കിലും എന്തെങ്കിലും പറയുവാൻ, ആരെങ്കിലും നമ്മെ നശിപ്പിച്ച് കളയുവാൻ ദൈവം സമ്മതിക്കും? ദോഷികളായ നിങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ ദൈവം എങ്ങനെ സമ്മതിക്കും? മക്കൾ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേലിനെ കൊടുക്കുമോ? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ലതാണല്ലോ കൊടുക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്ര അധികമെന്നാണ്. അപ്പൊ ദോഷികളായ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ ശത്രുവിന് കൊടുക്കത്തില്ല. നമ്മൾ നമ്മുടെ കുഞ്ഞിനെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. നമ്മൾ നമ്മുടെ കുഞ്ഞിനെ ആരും ദ്രോഹിക്കാൻ അനുവദിക്കത്തില്ലെങ്കിൽ സർവശക്തനായ ദൈവം തന്റെ രക്തം മറുവില കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി അവന്റെ ഇഷ്ടപ്രകാരം വേർതിരിച്ചു നിർത്തിയിരിക്കുന്ന ആ നമ്മെ സഭയെ കർത്താവ് ആർക്കെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കുവോ? ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. അപ്പൊ ഈ കാലഘട്ടം എന്ന് പറയുന്നത് പ്രസാദ വർഷമാണ്. കർത്താവ് സന്തോഷിക്കുന്ന കാലഘട്ടമാണ്. നമുക്ക് സന്തോഷത്തിന്റെ കാലഘട്ടമാണ്. എന്താ കാര്യം? കർത്താവിനെ ആരാധിക്കാൻ ഒരു ജനത്തെ അങ്ങ് വേർതിരിച്ചു. എന്നിട്ട് ഈ റോമാലേഖനം 9-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞ നമുക്ക് ലഭിക്കാത്ത അവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കർത്താവ് നമുക്ക് എന്ത് ചെയ്തു? അങ്ങനെയാ നാമും അബ്രഹാമിന്റെ മക്കളായി മാറുന്നു വിശ്വാസത്താൽ. കേട്ടോ? എല്ലാ പദവികളും തന്നു. ഇങ്ങനെ ഈ കാര്യം അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ബ്രാക്കറ്റ് വീടിൽ മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡ്. എന്താണത്? ഇസ്രായേലിന്റെ ഭ്രംശനം. ഇസ്രായേലിന്റെ ഭ്രംശനം. അതാണ് റോമാലേഖനം 11-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിക്കുന്നത്. ഒരു ഭാഗത്ത് ജാതികൾക്ക് രക്ഷ ഒരുക്കുമ്പോൾ ഈ കൃപായുഗത്തിൽ, മറുഭാഗത്ത് ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേലിന് ഭ്രംശനമാണ് സംഭവിക്കുന്നത്. അവരുടെ കഷ്ടകാലത്തിന്റെ നാളുകളാണ്. എടുത്തത് കാസി. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോറി 15-ാം വാക്യമാണ്. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? അവിടെ വായിക്കുന്നത് അവരുടെ ഭ്രംശനം ലോകത്തിന്റെ നിരപ്പിന് കാരണമായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ പുനരുത്ഥാനത്തിനല്ലാതെ
എന്തായി വരും. ഞാനത് ഈ ബ്രാക്കറ്റ് പീരീഡ് എന്ന് പറഞ്ഞല്ലോ, ബ്രാക്കറ്റ് പീരീഡ് 69 ആഴ്ചവട്ടത്തിനും 70 ആഴ്ചവട്ടത്തിനും ഇടയ്ക്കുള്ള കാലഘട്ടം. ഇതിനാണ് ബ്രാക്കറ്റ് പീരീഡ്. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ സഹായം പറഞ്ഞ സഹായകമെന്ന് പ്രസാദം. നമ്മളെ രക്ഷിക്കുന്ന ഒരു സമയം ആണിത്. ആ സമയത്ത് ദൈവത്തിന്റെ സ്വന്തം ജനമായ യഹൂദരുടെ ബന്ധത്തിൽ എന്താ നടന്നത്? അവർക്ക് ഭ്രംശനമുണ്ടായി. കൃപായുഗം ആരംഭിച്ചപ്പോൾ ഒരു സംഭവം ഉണ്ടായി. എന്താണ്? സകല യഹൂദനും ചിതറപ്പെട്ടു പോയി. അവര് പറഞ്ഞു, നിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി മേലും വരട്ടെ. അങ്ങനെ കുറ്റമില്ലാത്തവന്റെ രക്തത്തിന്റെ ആ രക്തപ്പഴി ഏറ്റെടുത്തുകൊണ്ട് അവർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ചിതറപ്പെട്ടു പോയി. AD 70 സംഭവിക്കുന്നത്. AD 70 റോമൻ സാമ്രാജ്യം എന്ത് ചെയ്തു? ആ ഭരണകൂടമെല്ലാം യഹൂദിനെ വല്ലാതെ ദ്രോഹിച്ചു. യെരൂശലേം ദേവാലയത്തിന്റെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഉഴുതു മറിച്ചു കളഞ്ഞു. അന്നുണ്ടായിരുന്ന യഹൂദൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയി. അങ്ങനെ ചിതറിപ്പോയ യഹൂദൻ നമ്മുടെ കേരളത്തിലും പറവൂരും കൊച്ചിയിലൊക്കെ വന്ന് താമസിച്ചു. എത്ര വർഷമാണെന്നറിയാമോ? ഏകദേശം 1947 വരെയും അവരുടെ ഉണ്ടായിരുന്നു. 2000 വർഷം വരെ അടുത്ത് ആ ജനം എന്ത് ചെയ്തു? ലോകത്തിന്റെ നാനാഭാഗങ്ങൾ ചിതറിപ്പോയി. അപ്പം അതിനെ പറയുകയാണ്, ഇവര് ചിതറിക്കഴിഞ്ഞ് കുറച്ച് ആളുകൾ പറഞ്ഞു, ഈ യഹൂദന്റെ ഭ്രംശനം ചിതറിപ്പോക്ക് എന്തിന് കാരണമായി തീർന്നു? ജാതികളുടെ നിരപ്പിന് ഞാൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരെന്നെ കൈക്കൊണ്ടില്ല, എങ്ങോട്ട് പോയി? ജാതികളിലേക്ക് തിരിഞ്ഞു. അപ്പൊ യഹൂദന്റെ അടുക്കലേക്ക് വന്ന രക്ഷ യഹൂദൻ സ്വീകരിക്കാൻ വന്നപ്പോൾ ജാതികൾക്ക് തിരിഞ്ഞു. ഈ കാലഘട്ടത്തെ രണ്ടായിട്ട് തിരിച്ചാൽ, ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷയൊരുക്കുന്ന കാലഘട്ടം, മറുവശം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഭ്രംശനത്തിന്റെ കാലഘട്ടം. ഇസ്രായേൽ ചിതറപ്പെട്ടു. എന്നിട്ട് പറയാം, ഇസ്രായേൽ ചിതറിയത് നമ്മുടെ രക്ഷയ്ക്ക്, നമ്മുടെ ജാതികളുടെ രക്ഷയ്ക്ക് കാരണമായി. അപ്പോൾ തന്നെ ഇസ്രായേലിന്റെ അംഗീകരണം എന്തായി മാറും? നമ്മുടെ ഉയർപ്പിനല്ലാതെ ഒന്നല്ലെന്നാണ് ഞാൻ പറയാം. അപ്പൊ AD 70 മുതൽ ഇങ്ങോട്ട് യഹൂദൻ ചിതറി നാനാ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും പോയി. അധികമായി പീഡിപ്പിക്കപ്പെട്ടു. അവർ പീഡിപ്പിക്കപ്പെടാത്ത ഏക രാജ്യം നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് യഹൂദൻ പീഡിപ്പിക്കപ്പെടാതെ. ബാക്കി എല്ലാ രാജ്യത്തിലും യഹൂദൻ പീഡിപ്പിക്കപ്പെട്ടു. ഹിറ്റ്ലറൊക്കെ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് യഹൂദന്മാരെ കൊന്നുകളഞ്ഞു, ക്രൂരമായി കൊന്നുകളഞ്ഞു. ഗ്യാസ് ചാമ്പറിലൊക്കെ ഇട്ട് വിഷവാതകം കൊടുത്ത് കൊന്നുകളഞ്ഞു. അത്രയ്ക്ക് വൈരാഗ്യമാണ് യഹൂദന്മാരോട്. പക്ഷെ ഇന്ത്യ മാത്രം യഹൂദനെ സ്വീകരിക്കുകയും അവന് ബിസിനസ്സിനുള്ള അവസരം കൊടുക്കുകയും, അതുകൊണ്ടാണ് ഇപ്പോഴും യഹൂദന്മാർ നമ്മുടെ കൊച്ചി വന്നിട്ട് മലയാളം അറിയുന്ന യഹൂദന്മാർ ഇപ്പോഴും ഉണ്ട്. അവർ തിരിച്ചു വരിക. അതുകൊണ്ടാണ് ഒരു വലിയ സന്തോഷം. എന്താണെന്നോ, ഇന്ത്യക്ക് നേരെ ഏത് ശത്രു രാജ്യം എന്നിട്ടാലും അപ്പോൾ ഇസ്രായേൽ പറയും, ഇന്ത്യയെ തൊടുന്നവർ ഇസ്രായേലിനെ തൊടുന്നതിന്. കഴിഞ്ഞ വർഷം പിന്നെ നെതന്യാഹു പറഞ്ഞു, ഇന്ത്യയെ തൊടുന്നത് ഇസ്രായേലിനെ തൊടുന്നതിന് തുല്യമാണ്. കാരണം ഒരു ലോകത്തിൽ 2000 വർഷം ഇസ്രായേൽ ചിതറപ്പെട്ടു പോയിട്ട് അവരെ പീഡിപ്പിക്കാത്ത ഒരു രാജ്യമില്ല. പക്ഷേ ഇന്ത്യ മാത്രം അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തു, അവരെ കൈക്കൊണ്ടു, അവരെ സ്വീകരിച്ചു, അവർക്ക് ഒരു കുഴപ്പം വരുത്തിയിട്ടില്ല. ആ നന്ദി അവരിന്നും ഇന്ത്യയോട് കാണിക്കുന്നു. അവിടെ നമുക്ക് നമ്മുടെ വിഷയം. അപ്പൊ ഇസ്രായേലിന്റെ ഭ്രംശനം ജാതികളുടെ നിരപ്പിന് കാരണമായെങ്കിൽ ഇസ്രായേലിന്റെ അംഗീകരണം എന്തായി മാറും? അത് മരിച്ചവരുടെ പുനരുത്ഥാനത്തിനല്ലാതെ മറ്റെന്താകുമെന്നാണ് വായിക്കുന്നത്. അതായത് ഇസ്രായേലിന് എന്നൊരു രാജ്യമായിട്ട് ചേർന്ന് വരുമോ, അവരെ ലോകരാജ്യം അംഗീകരിക്കുമോ, അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? മരിച്ചവരുടെ പുനരുത്ഥാനത്തിനാണ്. അതായത് മരിച്ചവർ പുനരുത്ഥാനം പ്രാപിച്ചപ്പോഴാണ്, മരിച്ചവർ പുനരുത്ഥാനം പ്രാപിച്ചപ്പോഴാണ് കാഹളം നിൽക്കുമ്പോൾ, അല്ലേ? അപ്പൊ ഇസ്രായേലിന്റെ അംഗീകാരം എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കും? കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള ലക്ഷണം ആയിരിക്കുമെന്നാണ് ആ ഭാഗത്ത് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് പഠിക്കേണ്ടത് ഈ രണ്ട് കാര്യവും പഠിക്കണം. കൃപായുഗത്തിന്റെ കാലഘട്ടം, സഭ എങ്ങനെയാണ് പോകുന്നത്, സഭാ കാലഘട്ടം, അത് പഠിക്കണം. ഇനി അപ്പോൾ തന്നെ ഇസ്രായേലിന്റെ ഭ്രംശനം മുതൽ അവരുടെ അംഗീകരണം വരെയുള്ള കാലഘട്ടം ചെയ്യണം. ഇത് രണ്ടും പഠിക്കണം. അവരുടെ ഭ്രംശനവും അവരുടെ അംഗീകരണത്തെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമ്മുടെ കർത്താവ് വരവ് എപ്പോഴും ആയിരിക്കും നമുക്ക് പറയാൻ പറ്റുന്നത്, കർത്താവിന്റെ വരവിന്റെ സമയം നമുക്ക് നിശ്ചയിക്കാൻ പറ്റുന്നത്. അപ്പോൾ തന്നെ നമ്മൾ സഭായുഗത്തെ കുറിച്ച് പഠിക്കുമ്പോൾ
ഈ സഭാ കാലഘട്ടം എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, അത് സഭ എന്താണ്, സഭ എന്തല്ല, സഭയുടെ ആരംഭം എന്താണ്, സഭയുടെ ദൂതെന്താണ്, സഭയുടെ ഉദ്യോഗസ്ഥന്മാരാരാണ്, സഭയുടെ ഉപദേശം എന്താണ്, എല്ലാം സെപ്പറേറ്റ് ഉണ്ട്. സഭ നൂറ്റാണ്ടുകളിലൂടെ കടന്നു പോവുകയാണ്. സഭയുടെ മധ്യാകാശത്തിൽ മധ്യാകാശമല്ല, സഭയുടെ എടുക്കപ്പെടൽ, പിന്നീട് സഭ കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന കാലഘട്ടം, സഭ 1000 ആണ്ട് വാഴ്ച, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പഠിക്കാറുണ്ട്. അപ്പോൾ തന്നെ ഇസ്രായേലിന്റെ പ്രവംശനത്തിന്റെ കാലഘട്ടം പഠിക്കുമ്പോൾ ഇസ്രായേൽ കടന്നുപോയ നാൾ വഴികൾ, അതിന്റെ അവസാനം കർത്താവ് പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ ഏകീകരണം, അവരുടെ ഏകീകരണം എന്തായിരിക്കും? കാഹളധ്വനിക്ക് മുമ്പായിട്ട് അവർ എന്ത് ചെയ്യും? ഏകീകരിക്കപ്പെടും. അതാണ് ആ കാലഘട്ടം എന്ന് പറയുന്നത്. അങ്ങനെ ആ കാഹളം ധരിക്കുമ്പോൾ ഏകീകരിക്കപ്പെടുന്ന ഇസ്രായേൽ, ആ ഏകീകരണം കർത്താവിന്റെ വരവിന്റെ ലക്ഷണമാണ്, മുന്നോടിയാണെന്നാണ് പൗലോസ് പറഞ്ഞത്. അവിടെ വായിക്കുന്നത്, അവരുടെ ഭ്രംശനം ലോകത്തിന്റെ നിരപ്പിന് കാരണമായി ഹേതുവായെങ്കിൽ ആരുടെ യഹൂദന്റെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പിനല്ലാതെ എന്താകും? അപ്പോൾ 1948 മെയ് മാസം 14-ാം തീയതിയാണ് ഇസ്രായേൽ രാഷ്ട്രം രൂപീകൃതമായി. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ വരവ് ഏറ്റവും വാതിൽക്കലായിട്ടുണ്ട്. ആ പ്രവചനങ്ങളെല്ലാം നിറവേറിക്കഴിഞ്ഞു. ഇനി നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി സഭ ഒരുങ്ങുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി സഭ ഒരുങ്ങുക. നമ്മളൊക്കെ ഒരുങ്ങിയിട്ടുണ്ടോ? എന്ന് വേണേൽ കർത്താവിന് വരാം. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വരവിന് സമയം നിശ്ചയിച്ചിട്ടില്ല. ആർക്കെങ്കിലും അറിയാമോ? കർത്താവ് എങ്ങനെ വരും? അദ്ദേഹം വേഗത്തിൽ വരുന്നു. ഇന്ന ദിവസം വരുന്നല്ല. കർത്താവ് വേഗത്തിൽ വരും. ഇന്ന് വരാം, നാളെയും വരാം. പക്ഷേ ഈ കൃപായുഗത്തിൽ കർത്താവ് എപ്പോൾ വേണമെങ്കിലും വരാം. പക്ഷേ നമുക്ക് ബോധ്യമാകുന്നൊരു അടയാളമുണ്ട്. ഇസ്രായേലിന്റെ അംഗീകരണം മരിച്ചവരുടെ പുനരുത്ഥാനത്തിനല്ലാതെ എന്താകും? ഇസ്രായേൽ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു, അവർ ഏകീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? മരിച്ചവരുടെ പുനരുത്ഥാനം നടക്കാം. അതായത് കാഹളം ധ്വനിക്കാം. കർത്താവതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ മുമ്പേ മരിച്ചവർ അക്ഷയരായി ഉയർത്തി നിൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. അതെപ്പോഴാണ്? ഇസ്രായേലിന്റെ അംഗീകാരം നടക്കുമ്പോൾ. അത് നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സമയമില്ല നമ്മുടെ മുമ്പിൽ. കർത്താവ് ഏത് സമയം വേണമെങ്കിലും കർത്താവ് എന്ത് ചെയ്യാം? വരാം. ഇന്ന് കർത്താവ് വന്നാൽ നാം അവനോട് കൂടെ തിരസ്കരിക്കപ്പെടുമോ? ഇന്ന് കർത്താവ് വന്നാൽ നാം തിരസ്കരിക്കപ്പെട്ടവരായി അവനോട് കൂടി എടുക്കപ്പെടുമോ? കർത്താവ് വരുന്ന നിമിഷം ക്ഷണത്തിൽ നമുക്ക് മാറ്റമുണ്ടാകും. നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതി മാറും. നമ്മുടെ ശരീരം രൂപാന്തരം പ്രാപിക്കും. ശരീരം തിരസ്കരിക്കപ്പെടും. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നാം എടുക്കപ്പെടും. കർത്താവിനോട് കൂടെ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ 70-ാമത്തെ ആഴ്ചവട്ടം ആരംഭിക്കും. മഹാപീഡനം ആരംഭിക്കും. അന്തിക്രിസ്തു ഭരണം ഏറ്റെടുക്കും. ആമേൻ. പിശാച് അതിൻ്റെ പൂർവ്വ ശക്തിയോടെ പ്രവർത്തനം ആരംഭിക്കും. വൃതന്മാരെ കൂടെ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇവിടെ വലിയ ക്ഷാമവും ഭൂകമ്പവും വലിയ വ്യാധികളും ഉണ്ടാകും. ആ സമയം കർത്താവിൻ്റെ സഭ കർത്താവിനോട് കൂടിയായിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സമയം അതിക്രമിച്ചു, സമയം കടന്നുപോയി, നാളുകൾ കടന്നുപോയി. ഇന്ന് കർത്താവിന് കാഹളം ധ്വനിച്ചാൽ നാം എടുക്കപ്പെടുമോ എന്നുള്ള ചിന്തയോട് കൂടെ വേണം ഇന്ന് രാത്രി നാം കടന്നു പോകുവാൻ. ഇന്ന് കർത്താവിന് കാഹളം ധ്വനിച്ചാൽ, അല്ല നാളെയാണ് കാഹളം ധ്വനിക്കുന്നതെങ്കിൽ നമുക്കൊരു ദൗത്യമുണ്ട്. Preach the gospel to the poor. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുക. കർത്താവ് നാളെയാണ് വരുന്നതെങ്കിൽ സഭയുടെ ദൗത്യം എന്താണ്? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. അഭിഷേകം മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. അഭിഷേകം മറ്റൊരു ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല. അഭിഷേകം നമ്മുടെ ഫോൺ നമ്പർ പറയാനോ മറ്റൊന്നിനുമല്ല. അഭിഷേകം എന്തിനാണ്? പാവപ്പെട്ടവനോട്, ദരിദ്രനോട് സുവിശേഷം അറിയിക്കുവാൻ. അങ്ങനെ സുവിശേഷം അറിയിക്കാൻ തയ്യാറാകണം. ഇന്ന് കർത്താവ് വന്നാൽ അവനോടുകൂടെ എടുക്കപ്പെടുന്ന ഉറപ്പോടുകൂടെ നാം കർത്താവിൻ്റെ സന്നിധിയിലുമായിരിക്കണം. ഞാൻ 69 ആഴ്ചവട്ടം കഴിഞ്ഞു, 70-ാമത്തെ ആഴ്ചവട്ടം വരാൻ പോകുന്നു. അതിനിടയ്ക്കുള്ള ബ്രാക്കറ്റ് പീരീഡിൽ ദൈവത്തിൻ്റെ പ്രസാദ വർഷം, കൃപായുഗം, ജാതികൾ ചേർത്തെടുത്താൽ കടാക്ഷിച്ചെന്നാൽ അതാണ് ഈ കാലഘട്ടം. അവിടെയാണ് നാം നിൽക്കുന്നത്. അപ്പോൾ തന്നെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ അവരുടെ ഭ്രംശനത്തിൻ്റെ ചിതറിപ്പോക്കിൻ്റെ കാലഘട്ടമാണ്. അവർ അനുഭവിച്ച അത്ര കഠിനമായിരുന്നു. അതുകൊണ്ട് ഈ ബ്രാക്കറ്റ് പീരീഡ് തീരാൻ പോകുന്നു. 70-ാമത്തെ ആഴ്ചവട്ടം ആരംഭിക്കാൻ പോവുകയാണ്. പീഡന കാലഘട്ടം ആരംഭിക്കാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് ഒരുക്കമുള്ളവരായി കർത്താവിൻ്റെ വരവിനുവേണ്ടി ഒരുങ്ങുവാൻ ദൈവമായ കർത്താവിനെ സഹായിക്കട്ടെ എന്നോർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
സ്തോത്രം. Praise the Lord. Praise the Lord. Hallelujah. നമുക്ക് ചേർന്ന് പാടി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കർത്താവ് വരാനായി. ഇന്ന് രാത്രി കേട്ട ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. സ്തോത്രം. അടയാളങ്ങൾ കാണുന്നുണ്ട്, ഒരുങ്ങിയിട്ടുണ്ടോ നീ മധ്യവാതിൽ യേശു വെളിപ്പെടുമേ. ഓ, അടയാളങ്ങൾ കാണുന്നുണ്ട്, ഒരുങ്ങിയിട്ടുണ്ടോ നീ മധ്യവാതിൽ യേശു വെളിപ്പെടുമേ. കാഹളനാദം നീ കേൾക്കും മുൻപേ, കാഹളനാദം നീ കേൾക്കും മുൻപേ, പാത്രങ്ങളിൽ എണ്ണ വേഗം നിറച്ചു കൊള്ളേണം. മങ്ങുന്ന വിളക്കുകൾ തെളിയിക്കുക, പാത്രങ്ങളിൽ എണ്ണ വേഗം നിറച്ചു കൊള്ളേ. മങ്ങുന്ന വിളക്കുകൾ തെളിയിക്കുക. അടയാളങ്ങൾ കാണുന്നുണ്ട്, ഒരുങ്ങിയിട്ടുണ്ടോ നീ മധ്യവാതിൽ യേശു വെളിപ്പെടുമേ. ഓ, ലക്ഷങ്ങളിൽ സുന്ദരനാമെൻ പ്രിയൻ വാഗ്ദത്തം ഓർക്കുമ്പോൾ എൻ വാഞ്ചയേറിടുന്നേ. ഓ, ലക്ഷങ്ങളിൽ സുന്ദരനാം എൻ പ്രിയൻ വാഗ്ദത്തം ഓർക്കുമ്പോൾ എൻ ആശയേറിടുന്നേ. യാത്രമധ്യേ ഉറങ്ങുന്ന സിയോൻ സംഘമേ, യാത്രമധ്യേ ഉറങ്ങുന്ന സിയോൻ സംഘമേ, യഹോവയ്ക്കായി കാത്തിരുന്നു ശക്തിയെ പുതുക്കൂ. കാത്തിരിക്കുന്നവർക്കായി പ്രിയൻ വരുന്നേ. ഓ, യഹോവയ്ക്കായി കാത്തിരുന്നു ശക്തിയെ പുതുക്കൂ. കാത്തിരിക്കുന്നവർക്കായി പ്രിയൻ വരുന്നേ. അടയാളങ്ങൾ കാണുന്നുണ്ട്, ഒരുങ്ങിയിട്ടുണ്ടോ നീ മധ്യവാതിൽ യേശു വെളിപ്പെടുമേ. അടയാളങ്ങൾ കാണുന്നുണ്ട്, ഒരുങ്ങിയിട്ടുണ്ടോ നീ മധ്യവാതിൽ യേശു വെളിപ്പെടുമേ. രക്തം കൊണ്ടു വീണ്ടെടുത്ത ശുദ്ധിമാന്മാരെല്ലാം ആർപ്പോടും വരും സിയോനിൽ. ഓ, രക്തം കൊണ്ട് വീണ്ടെടുത്ത ശുദ്ധിമാന്മാരെല്ലാം ആർപ്പോടും വരും സിയോനിൽ. ഓ, യേശുരാജനെ എതിരേൽപ്പാൻ നീയും കാണുമോ, യേശുരാജനെ എതിരേൽപ്പാൻ നീയും കാണുമോ. കാട്ടുപ്രാക്കൾ സംഘമെല്ലാം വീരുന്നു ശാല തന്നിൽ നിറയുന്ന കാഴ്ച ഇതൊരാനന്ദമല്ലോ. ഓ, കാട്ടുപ്രാക്കൾ സംഘമെല്ലാം വീരുന്നു ശാല തന്നിൽ നിറയുന്ന കാഴ്ച ഇതൊരാനന്ദമല്ലോ. അടയാളങ്ങൾ കാണുന്നുണ്ട്, ഒരുങ്ങിയിട്ടുണ്ടോ മധ്യവാതിൽ യേശു വെളിപ്പെടുമേ. ഓ, അടയാളങ്ങൾ കാണുന്നുണ്ട്, ഒരുങ്ങിയിട്ടുണ്ടോ മധ്യവാതിൽ യേശു വെളിപ്പെടുമേ. ഓ, കാഹളനാദം നീ കേൾക്കും മുൻപേ, കാഹളനാദം നീ കേൾക്കും മുൻപേ, പാത്രങ്ങളിൽ എണ്ണ വേഗം നിറച്ചു കൊള്ളേണം. മങ്ങുന്ന വിളക്കുകൾ തെളിയിക്കുക, പാത്രങ്ങളിൽ എണ്ണ വേഗം നിറച്ചു കൊള്ളേണം. മങ്ങുന്ന വിളക്കുകൾ തെളിയിക്കുക. ഓ, അടയാളങ്ങൾ കാണുന്നുണ്ട്, ഒരു ഹല്ലേലൂയ. ഓ,
പ്രത്യാശ വർദ്ധിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ. അടയാളങ്ങൾ കാണുന്നുണ്ട്, ഒരുക്കിയിട്ടുണ്ടു നീ മധ്യവാനിൽ യേശു വെളിപ്പെടുന്നു. അടയാളങ്ങൾ കാണുന്നുണ്ട്, ഒരുക്കിയിട്ടുണ്ടു നീ മധ്യവാനിൽ യേശു വെളിപ്പെടുന്നു. അടയാള മധ്യവാനിൽ യേശു വെളിപ്പെടുന്നു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കാനും അനുഗ്രഹിക്കപ്പെട്ട ദൈവിക വചനം പഠിപ്പാനും കർത്താവ് കൃപ ചെയ്തല്ലോ. പ്രിയ ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. സഭാ ജനത്തെ ഇന്ന് രാത്രിയിൽ വന്ന ഓരോ പ്രിയപ്പെട്ടവരെ, പ്രിയ മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവദാസനെയും തന്റെ മിനിസ്ട്രിയെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഇന്നും കർത്താവിയുടെ വചനം പഠിപ്പാൻ, ഈ ഹോളിൽ കടന്നു വരുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയ അവസരങ്ങൾക്കായി സ്തോത്രം. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുവാൻ ഞങ്ങളുടെ ദാസനെ ദൈവം അവിടുന്ന് കൃപ ചെയ്തതിനായി സ്തോത്രം. വീണ്ടും ദൈവം അഭിഷേകത്തോടെ ആത്മനിറവോടെ നിർത്തി അനേകർക്ക് പ്രയോജനകരമായി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കടന്നു വന്ന പ്രിയ പട്ടവരെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണം. അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ദൈവദാസനെയും കുടുംബത്തെയും അനുഗ്രഹിക്കുന്നു. പ്രിയ മാതാവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ എല്ലാ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. കർത്താവിന്റെ വരവ് വാതിൽക്കലാണ്. ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു, അടയാളങ്ങൾ ഞങ്ങൾ കാണുന്നു. ഞങ്ങൾ പ്രത്യാശയോടെ വിശ്വാസത്തോടെ എപ്പോഴും ഏത് സമയത്തും ഒരുങ്ങി വിശുദ്ധിയോടെ കാത്തിരിപ്പാൻ കൃപ പകരും. അവർ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പിരിയുന്നു. കൃപയും പൊതിയും യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിനോട് പ്രാർത്ഥന കിട്ടുന്നതായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവിന്റെ സ്നേഹം, കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ നമ്മെ നിരന്തരം ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മയും സംരക്ഷണക്കാവലും നാം പ്രാർത്ഥിച്ചതിന്മേലും ഇപ്പോൾ തിരിക്കപ്പെട്ട ജനത്തോട് കൃപയും സമാധാനവും കർത്താവ് യേശു ക്രിസ്തുവിന്റെ മേഘ പ്രത്യക്ഷമാകട്ടെ. ആമേൻ. ഈ രാത്രിയിലും നമുക്ക് ചെയ്യുന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.